മുനമ്പത്തേത് വഖഫ് ഭൂമി നഷ്ടപരിഹാരം ഫാറൂഖ് കോളേജിൽ നിന്ന് ഈടാക്കണം നിലപാട് ആവർത്തിച്ച് വഖഫ് ബോർഡിൻ്റെ ചെയർമാനായ KS ഹംസ രംഗത്ത് വന്നിരിക്കും. ഏതായാലും അദ്ദേഹത്തോട് ആ നിലപാട് വീണ്ടും ആവർത്തിച്ച് പറയുന്നതിൽ വളരെയധികം പിന്തുണ പ്രഖ്യാപിക്കുക. കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നോണയൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അവിടുത്തെ ആളുകളെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള യാതൊരു വിധത്തിലുള്ള ലക്ഷ്യവുമില്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആധാരം എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ചെയ്തതാണ്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആധാരം പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സിദ്ദീഖ് സേട്ട് അത് വഖഫ് ചെയ്തത് ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ്. ആർക്ക് വേണമെങ്കിലും ആ ആധാരത്തെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ സമയത്ത് വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ വന്ന് ഈ വിഷയം സംസാരിക്കുമ്പോൾ നമുക്കറിയാലോ, മുനമ്പം വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് VD സതീശൻ. ആ VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇതിനെത്രമാത്രം നീതി പുലരുമെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇത് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു അനീതി അവിടെ നടമാടിയിരിക്കുന്നു എന്നുള്ളത് പച്ചയായ സത്യമാണ്. ഇപ്പോൾ വഖഫ് മന്ത്രിയായി വന്നിരിക്കുന്നത് N ഷംസുദ്ദീൻ സാഹിബാണ്. ഷംസുദ്ദീൻ സാഹിബിനോട് പറയാനുള്ളത്, നിങ്ങളിത് കൃത്യമായി പഠിക്കണം. കൂട്ടത്തിൽ VD സതീശനെയും ഇത് ബോധ്യപ്പെടുത്തണം. കാരണം നിയമങ്ങൾ അനുകൂലമായി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് കോടതി നിയമങ്ങൾ വരെ അനുകൂലമായി, നിസാർ കമ്മീഷൻ റിപ്പോർട്ട് വരെ അനുകൂലമായി വിധി എഴുതാൻ ഒരു കാരണമുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാവും. നോക്കൂ, ഇതിൽ പറയുന്നൊരു കാര്യം, ഇവിടെ ഫാറൂഖ് കോളേജിന് കൃത്യമായ അജണ്ട ഉണ്ട്. ഇവരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത്. പിന്നെ ഇത് രജിസ്ട്രേഷൻ നടത്തി കൊടുത്തു എന്നുള്ളതാണ്. സത്യമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളൊരു ഭൂമി വാങ്ങി രജിസ്ട്രേഷന് മുമ്പ് അതിൻ്റെ പോരായ്മകളെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി കുടിക്കടം ഒക്കെ നോക്കും. നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും അപാകതകൾ, വല്ല എഗ്രിമെൻറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്ന ഒരു പരിപാടിയാണത്. എന്തെങ്കിലും അപാകതകളുണ്ടോ അങ്ങനെ പരിശോധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇത് വഖഫ് ഭൂമിയാക്കി രജിസ്റ്റർ ചെയ്തു കൊടുത്ത ഈ ആധാരം അടിയാധാരമായി നിലനിൽക്കെ ഏത് രജിസ്ട്രാറാണ് ഇത് പിന്നീട് ഓരോരുത്തർക്കായിട്ട് വ്യത്യസ്ത രീതിയിൽ രജിസ്ട്രേഷൻ നടത്തി കൊടുക്കുക? നോക്കൂ, നിങ്ങളൊരു ഭൂമി വാങ്ങുമ്പോൾ അതിൻ്റെ അടിയാധാരം ഇങ്ങനെ വഖഫ് ഭൂമിയാക്കി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒന്നാണെങ്കിൽ അത് പിന്നീട് ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമോ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്? അപ്പോൾ അത്രയും വലിയൊരു, വളരെ എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക രീതിയിൽ വലിയൊരു അഴിമതി ഇവിടെ നടമാടിയിട്ടുണ്ട്. അതിൻ്റെ കാരണക്കാർ ഫാറൂഖ് കോളേജ് അധികൃതരാണ്. അവരിൽ നിന്നാണ് ഇതിൻ്റെ നഷ്ടപരിഹാരം വാങ്ങി അവിടുത്തെ ആളുകളിലേക്ക് കൊടുത്ത് അവരെ സംരക്ഷിച്ച് അവരുടെ സ്വൈരജീവിതത്തെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത് വലിയൊരു കളിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 1-2 ഏക്കറല്ല, 500 ചില്ലാനം ഏക്കറിൽ അത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് വളരെ കൃത്യമാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥയെ മനസ്സിലാക്കിയതുകൊണ്ടാണ്. അത് നമ്മുടെ നാട്ടിൽ ഏത് ഭരണം നടക്കുമ്പോഴും പറഞ്ഞ ആളാണ് ഞാൻ. ഇവിടെ ഇടതുപക്ഷം ഭരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇതാ വലതുപക്ഷം ഭരിക്കുമ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊരു തീർപ്പുണ്ടാവണം. ഇതിൽ കുറ്റക്കാരായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അതിൽ പെട്ടുപോയ ആളുകൾക്ക് നഷ്ടപരിഹാരം കിട്ടി അതിൻ്റെ യഥാർത്ഥ അവകാശികളായി ആർക്കാണോ അത് വഖഫ് ചെയ്തത് ആ വഖഫ് ചെയ്ത അയാളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കേണ്ട കാര്യം ഇവിടുത്തെ സർക്കാരിനുണ്ട്. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശ്വാസികൾക്കും ഇല്ലേ? അതിന് ഭരണഘടന ഇവിടെ കൃത്യമായ അവകാശങ്ങൾ നൽകിയിട്ടില്ലേ? അവിടെ ഒരു ക്രമക്കേട് നടക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ലേ? ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഫാറൂഖ് കോളേജിനെ പോലെയുള്ള അത്തരം ആളുകളെ സംരക്ഷിക്കേണ്ടത് ആർക്കാണ്? എനിക്ക് ബഹുമാനപ്പെട്ട വഖഫ് മന്ത്രിയോട് പറയാനുള്ളത്, നിങ്ങളുടെ രാഷ്ട്രീയവുമായിട്ടൊക്കെ അത്രയും അടുത്ത് ഇടപഴകുന്ന ആളുകളായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ ക്രമക്കേടിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. വലിയ ഉദ്ദേശത്തോടു കൂടി, വിശാല മനസ്സോടുകൂടി എല്ലാവർക്കും ഉപകരിക്കത്തക്ക രീതിയിൽ ഈ ഭൂമിയായി മാറണമെന്ന് ഇതിൻ്റെ യഥാർത്ഥ ഉടമ ആഗ്രഹിച്ചിട്ട് യാതൊരുവിധ ഉപാധികളുമില്ലാതെ ഇവിടുത്തെ ഭൗതിക മതപരമായ വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ പരലോകമോക്ഷത്തിനും അള്ളാഹുവിൻ്റെ കരുണക്കും വേണ്ടി അങ്ങനത്തെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ആ ഭൂമി വഖഫ് ചെയ്ത് കൊടുത്ത ആ വ്യക്തിയുടെ മൗലികമായ അവകാശത്തെ സംരക്ഷിക്കേണ്ടത് വലിയ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ പിന്നാമ്പുറത്തെ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും
അതിൽ വഞ്ചിക്കപ്പെട്ട ആളുകൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകി അവരെ സംരക്ഷിക്കുവാനും ഈ വഖഫ് ഭൂമി തിരിച്ചു പിടിച്ച് ഈ വഖഫ് ഭൂമിയുടെ ലക്ഷ്യങ്ങളെ നിറവേറ്റുവാനും ഉത്തരവാദിത്തമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി അതിൽ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ വന്ന് ഓപ്പണായിട്ട് ഈ വസ്തുതകളെ, ഞാൻ പറഞ്ഞ അതേ വസ്തുതകളെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി.